2000 ജൂലൈ 19 കാലിഫോർണിയ ജ്ഞാനദളം 263 സദ്ഗുണങ്ങൾ. സദ്ഗുണങ്ങളെ വളർത്താൻ സാധിക്കുകയില്ല. അവ ഉണ്ട് എന്ന് അനുമാനിക്കാനേ പറ്റൂ. സദ്ഗുണങ്ങൾ ഇല്ല എന്ന് വിചാരിച്ച് അവ വളർത്താൻ ശ്രമിച്ചാൽ നിങ്ങൾ പരാജയപ്പെടും. താൻ ജന്മന സദ്ഗുണങ്ങളുള്ള ആളാണ് എന്ന് സത്യാന്വേഷി ഓർമ്മിക്കണം. അതല്ലെങ്കിൽ അയാൾ സത്യാന്വേഷി ആവുകയില്ലായിരുന്നു. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, അർജുന, ദുഃഖിക്കാതിരിക്കൂ, നീ ജന്മനാ സദ്ഗുണങ്ങൾ ഉള്ളവനാണ്. സദ്ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പലപ്പോഴും സ്വയം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യും. നിങ്ങൾക്ക് സദ്ഗുണങ്ങൾ ഇല്ല എന്ന് നിങ്ങൾ സ്വയം കരുതുമ്പോൾ നിങ്ങൾക്ക് ഇല്ലായ്മയുണ്ട്, എന്തെങ്കിലും കുറവുണ്ട് എന്നാണ് അർത്ഥം. മറ്റുള്ളവരിൽ നിങ്ങൾ അംഗീകരിക്കുന്ന സദ്ഗുണങ്ങൾ എല്ലാം തന്നെ തിരിച്ചറിയൂ. എന്നിട്ട് അത് വിത്തുരൂപത്തിൽ നിങ്ങളിലുണ്ട് എന്ന് മനസ്സിലാക്കൂ. അവയെ പോഷിപ്പിച്ചാൽ മാത്രം മതി. കാരലിൻ, അഹോ, എന്തുകൊണ്ടാണ് നമുക്ക് അവയുടെ സാന്നിധ്യം ഉറപ്പിക്കേണ്ട ആവശ്യമില്ലാത്തത്? ഗുരുദേവ്, ആ സദ്ഗുണങ്ങൾ ഒന്നും നിങ്ങൾക്കില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഉണ്ട് എന്ന് ഉറപ്പിക്കലിലൂടെ അവ ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കാരലിൻ ഉറപ്പിക്കുന്നു, അങ്ങ് എല്ലാ സദ്ഗുണങ്ങളുടെയും വാസസ്ഥലമാണ്. ജയ് ഗുരുദേവ്.